നമ്മൾക്ക് എല്ലാ മലയാളികൾക്കും സന്തോഷം തരുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ ഓണം. നമ്മുടെ കേരളത്തിലെ UDF സർക്കാരിന്റെ ആദ്യത്തെ ഓണമാണ്. അതായത് VD സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ ഓണമാണ്. ഈ കേരളത്തിലെ UDF സർക്കാർ ഓണത്തിന് മുമ്പ് ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ പാളി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതായത് കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ഈ ഓണ സമയത്ത് ധാരാളം ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ യാതൊരുവിധ നവീകരണവും നടന്നിട്ടില്ല. ടൂറിസ്റ്റുകൾക്ക് വന്ന് അവിടെ സമയം ചെലവഴിക്കാനായിട്ടുള്ള ഒരു സൗകര്യവും അവിടെ ചെയ്തിട്ടില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ധാരാളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാട് പിടിച്ച് കിടക്കുന്നു. അത് നവീകരിക്കാനോ അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാനോ ആളുകൾക്ക് അവിടെ പോയി ഉല്ലാസകരമായി സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഞാൻ 2-3 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അവിടെയൊന്നും ഈ പറഞ്ഞ പോലെ സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാട് പിടിച്ച് കിടക്കുന്നു. ഞാനിപ്പോൾ ഈ അടുത്ത ദിവസമാണ് ഈ പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ ഡാമിലേക്ക് പോയത്. അവിടെ ഒരു വികസനവും നടന്നിട്ടില്ല, ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മലമ്പുഴ ഡാമും അവിടുത്തെ പരിസരവും ഗാർഡനും എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഈ മുൻഗണനാ ക്രമത്തിലുള്ള കാർഡ് ഉടമകൾക്ക് വലിയ തോതിൽ ഭക്ഷ്യധാന്യങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. അതുകൂടാതെ അരിയുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ മുമ്പൊക്കെ ഓണച്ചന്തകൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായിട്ട് സർക്കാർ ഇടപെടുമായിരുന്നു. ഈ ഓണക്കാലത്ത് സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഓണച്ചന്തകൾ എവിടെയും ഞാൻ കണ്ടില്ല. അതുകൂടാതെ സഹകരണ സംഘങ്ങൾ വഴിയുള്ള ഓണച്ചന്തകളും ഞാൻ എവിടെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വിലക്കയറ്റം, ക്രമാതീതമായിട്ടുള്ള വിലക്കയറ്റമാണ് ഈ മാർക്കറ്റിൽ. ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 5 കിലോ അരി മുമ്പ് വിതരണം ചെയ്തിരുന്നു. ആ വിതരണം ഇപ്പോൾ നടന്നിട്ടില്ല. ഞാൻ കുറെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് അരി കിട്ടിയോ കുട്ടികളെ, 5 കിലോ അരി കിട്ടിയോ എന്ന് ചോദിച്ചു. ആ കുട്ടികൾ പറയുകയാണ്, ഞങ്ങൾക്ക് അരി കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ സ്കൂൾ അടച്ചു കഴിഞ്ഞു, വെക്കേഷൻ തുടങ്ങി കഴിഞ്ഞു, ഇനി എങ്ങനെ അരി കിട്ടുമെന്നാണ് ആ കുട്ടികൾ പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ പരാജയമാണോ? ഈ ഓണത്തിന് മുമ്പ് ഒരു മുന്നൊരുക്കവും ഈ സർക്കാർ നടത്തിയിട്ടില്ലേ? അപ്പോൾ സർക്കാർ വെറും തള്ളു മാത്രമാണോ ഉള്ളത്? കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയൻ ഈ സർക്കാരിന്റെ VD സതീശൻ സർക്കാരിന്റെ പല പരാജയങ്ങളും പത്രമാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി പിണറായി വിജയൻ. അതിൽ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങളും സർക്കാർ നടത്തിയിട്ടില്ല, വെറും തള്ള് മാത്രമാണ് ഉള്ളത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓണം വാരാഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് പരിപാടികൾ ഉണ്ടായിരുന്നു. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം പരിപാടികളും ഓണം വാരാഘോഷ പരിപാടികളൊക്കെ ജില്ലാതലത്തിലും പല താലൂക്ക് തലത്തിലും എല്ലായിടത്തും സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന പരിപാടികളൊക്കെ മുമ്പുണ്ടായിരുന്നു. അതൊന്നും ഞാനിപ്പോൾ കാണുന്നില്ല എവിടെയും. അതെന്താ കാരണമെന്നറിയില്ല. ഈ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പിശുക്കിയിരിക്കുകയാണോ, അതോ ഈ സർക്കാരിന് അത് നടത്താനുള്ള അറിവില്ലാത്തതുകൊണ്ടാണോ, എന്താണെന്നറിയില്ല. എങ്കിലും ഒരു പരാജയം പോലെ തോന്നുന്നു ഈ സർക്കാർ. ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. പിണറായിയെ മാറ്റി സതീശനെ കൊണ്ടുവന്ന് നല്ല ഭൂരിപക്ഷത്തിൽ UDFന് നല്ല ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് ഇവരെങ്കിലും, ഈ സർക്കാരെങ്കിലും, ഈ UDF സർക്കാരെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള ചിന്തയിലാണ് ജനങ്ങൾ. ഇവർക്ക് കൂടുതലായിട്ട് മെജോറിറ്റി നല്ല രീതിയിൽ വോട്ട് കൊടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ നന്നാക്കും എന്നുള്ള വിശ്വാസത്തിൽ ജനങ്ങളെല്ലാം UDFന് വോട്ട് ചെയ്തത്. അതിപ്പോൾ 4 മാസം ആകുമ്പോഴേക്കും ഒരു കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരാജയമാണോ ഈ സർക്കാരിന് സംഭവിച്ചതെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഓണത്തിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർത്തിട്ടില്ല, എല്ലാം അവതാളത്തിലാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നവീകരിച്ചിട്ടില്ല, ക്ഷേമ പെൻഷൻ വിതരണം മുഴുവനും പൂർത്തിയായിട്ടില്ല, തുടങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ 50% പോലും പൂർത്തിയായിട്ടില്ല. അതുകൂടാതെ റേഷൻ കടകൾ വഴിയുള്ള ഭക്ഷ്യധാന്യ വിതരണം കാര്യമായി നടന്നിട്ടില്ല. ഈ മുൻഗണനാ കാർഡ് ഉടമകളുടെ ഭക്ഷ്യധാന്യം
കോട്ട വെട്ടിക്കുറച്ചിരിക്കുന്നു. അവർക്ക് കൊടുക്കുന്ന അരിയുടെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 5 കിലോ അരി എന്ന സംവിധാനം പല കുട്ടികളോട് ഞാൻ ചോദിച്ച് അവർക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കുറച്ചുകൂടെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഓണച്ചന്തകൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പല ഭാഗത്തും പോയി നോക്കി. ഓണച്ചന്തകൾ മുമ്പുണ്ടായിരുന്ന ഓണച്ചന്തയുടെ സ്ഥാനത്ത് ഒരു ഓണച്ചന്തയും ഞാൻ കണ്ടില്ല. സപ്ലൈകോ വഴി സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വെച്ചാൽ സപ്ലൈകോയില് വിലക്കയറ്റമുണ്ട്, പല സാധനങ്ങളും ക്വാളിറ്റി കുറവുണ്ട്. അപ്പോൾ ഞാൻ ആ സപ്ലൈകോയിൽ പോയി നോക്കുമ്പോൾ ഈ പറഞ്ഞ സംവിധാനങ്ങൾ ക്വാളിറ്റി കുറവുണ്ട്, പല സാധനങ്ങൾ ക്വാളിറ്റി കുറവുണ്ട്, പല സാധനത്തിനും വില കൂടുതലുണ്ട്, ക്വാളിറ്റി ഉള്ളതിന് വില കൂടുതലുണ്ട്, ക്വാളിറ്റി ഇല്ലാത്തതിന് വില കുറവുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ കാര്യങ്ങൾ. അത് പരാജയമാണോ വിജയമാണോ എന്ന് ജനങ്ങൾ നേരിട്ട് വിലയിരുത്തിയിട്ട് തീരുമാനിക്കട്ടെ. എന്തായാലും എനിക്ക് തോന്നുന്നത് തള്ളു മാത്രമാണ് ഉള്ളൂ എന്നൊരു സംശയമുണ്ട്.